തട്ടേക്കാട് വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലെ ക്രോസ് ബാറിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാരൻ മരിച്ചു. ഇടുക്കി സ്വദേശി മോൻസിയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച പൂയംകുട്ടി സ്വദേശിയായ സുഹൃത്ത് ടോജോയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങും വഴിയാണ് മോൻസി അപകടത്തിൽപ്പെട്ടത്. 1 മാസം മുമ്പുണ്ടായ കാർ അപകടത്തിലാണ് ടോജോയ്ക്ക് പരിക്കേറ്റത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപത്തുള്ള വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ക്രോസ് ബാറിൽ തട്ടിയാണ് ബുള്ളറ്റ് ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ഇടുക്കി ആൽപ്പാറ വാഴേപ്പറമ്പിൽ മോൻസി ജോർജാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. പരിചിതമല്ലാത്ത റോഡിൽ ക്രോസ് ബാറിന്റെ സാന്നിധ്യം മോൻസിയുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതാണ് അപകടത്തിന് കാരണമായത്. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള ക്രോസ് ബാറിൽ തട്ടി മോൻസിയുടെ തല തകരുകയും തൽക്ഷണം മരണം സംഭവിക്കുകയുമായിരുന്നു. മോൻസി തെറിച്ചു വീണ ശേഷം മീറ്ററുകളോളം മുന്നോട്ടു പോയാണ് ബൈക്ക് മറിഞ്ഞു വീണത്. 1 മാസം മുമ്പുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മോൻസിയുടെ സുഹൃത്ത് പൂയംകുട്ടി കോച്ചേരിയിൽ ടോജോ എന്ന ജോസഫ് ജോൺ ബുധനാഴ്ച മരിച്ചിരുന്നു. ടോജോയുടെ വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച ശേഷം മടങ്ങുമ്പോഴാണ് മോൻസി അപകടത്തിൽപ്പെട്ടത്. മോൻസിയുടെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ബസ് ഡ്രൈവറായിരുന്നു മോൻസി. കഴിഞ്ഞ മാസം 21-ന് കൂവപ്പാറയിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ടോജോയ്ക്ക് പരിക്കേറ്റത്. എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കാറിൽ ഒപ്പമുണ്ടായിരുന്ന ഒരു കുട്ടിയുൾപ്പെടെ 3 പേർക്ക് കൂടി പരിക്കേറ്റിരുന്നു. ടോജോയുടെ സംസ്കാരവും ബുധനാഴ്ച വൈകുന്നേരത്തോടെ നടത്തി. GTV ന്യൂസ്, കോതമംഗലം.